ഹലോ, സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കുറച്ച് മരുന്നുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഒരു മരുന്ന് കഞ്ഞി തയ്യാറാക്കാം. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ മരുന്നുകളുണ്ട് എങ്കിൽ അതെല്ലാം ഒന്ന് നമുക്ക് പറിച്ചെടുത്ത് കൊണ്ടുവരണം. കിട്ടിയത് വെച്ച് നമുക്കൊരു ചെറിയ രീതിയിലൊരു മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്ന വിധമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും മരുന്നുകളാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കരിങ്കുറിഞ്ഞി കിട്ടിയിട്ടുണ്ട്, കുറച്ച് കുറുന്തോട്ടി കിട്ടിയിട്ടുണ്ട്, ഒരു കിയാർനെല്ലി, പിന്നെ മുറിമരുന്ന് എന്ന് പറയുന്ന ആയുർവേദ ചെടിയാണ്. അത് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. പ്രസവരക്ഷയ്ക്കൊക്കെ കഞ്ഞി വെക്കുമ്പോൾ ചേർക്കാറുള്ള മരുന്നാണ്. ഇത്രയും മരുന്നാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തോലുകൾ ചീന്തിയെടുക്കണം. വേരിൻ്റെ അവിടെ നിന്നും തോലുകളൊക്കെ ചീന്തിയെടുത്ത് നമുക്കത് ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചെടുക്കണം. ബാക്കി തലപ്പ് വെട്ടിക്കളഞ്ഞ് തണ്ടുകളെല്ലാം നമുക്കൊന്ന് തിളപ്പിച്ച് ആ വെള്ളത്തിൽ നമുക്ക് അരിയിടാം. ഇതിപ്പോൾ നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ വേരിൽ നിന്നും തൊലി കളഞ്ഞെടുത്താൽ നമ്മളൊന്നും കൂടെ അത് കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് വേണം അത് അരച്ചെടുക്കാൻ. പിന്നെ വേരിൽ നിന്നും അധികം തൊലിയൊന്നും എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഇലയും തണ്ടുമെല്ലാം ചെറുതായി നുറുക്കി ചിരട്ടയും എല്ലാം ഇട്ടൊരു വെള്ളം തിളപ്പിക്കും. ആ വെള്ളത്തിൽ നമുക്ക് അരി തീമിടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔഷധമെല്ലാം ആ വെള്ളത്തിൽ ചേരുന്നതാണ്. അപ്പോൾ നമുക്കതിൽ അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ രീതിയിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കരിങ്കുറിഞ്ഞിയുടെയും കുറുന്തോട്ടി, കരിങ്കുറിഞ്ഞി, അതുപോലെ തന്നെ കിയാർനെല്ലി, ഇതൊക്കെ കൂടിയിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിനി നമുക്ക് ഒന്നും കൂടെ കഴുകി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ വേരുകളിൽ നിന്നെല്ലാം എടുത്ത തോല് ഈ തോല് ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. കുറച്ചുള്ളൂ, പക്ഷേ കുറച്ച് മതി. നമുക്ക് നോമ്പിനൊക്കെ ക്ഷീണത്തിന് ചീരക്കഞ്ഞിയിൽ ചേർത്താൽ നല്ലൊരു മരുന്ന് കഞ്ഞിയായിട്ട് നമുക്ക് കുടിക്കാം. നല്ല ക്ഷീണത്തിനൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ചിരകിയ ചിരട്ട ഉണ്ടാകും. അപ്പോൾ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതൊരു ചെറിയ ചിരട്ടയാണ്. ഇതേ ആവശ്യമുള്ളൂ. നമ്മൾ കുറച്ച് കഞ്ഞല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മുറിമരുന്ന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. മുറിമരുന്നിന് അത്ര വേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മുറിമരുന്നിൻ്റെ ഇലയും വള്ളിയും അടക്കം നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കും. ബാക്കിയുള്ളതിൻ്റെ ഇലയൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് ഇത് തോലെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. തോലെടുത്തില്ലെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ലേശം വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ അരി വേവിച്ചെടുത്ത് കഞ്ഞിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് കരുതി ആരും ഇത് ഉപയോഗിക്കാതിരിക്കരുത്. വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇത് കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കാം. ചിരട്ടയും ബാക്കിയുള്ള മരുന്നുകളും ഇട്ട് തിളപ്പിക്കുകയാണ്. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിളച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് നമുക്ക് അരി ഇടാം. അപ്പോൾ ഈ വേരൊക്കെ വെന്ത് നന്നായി വെള്ളത്തിൽ മരുന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. മരുന്നിൽ നിന്നും ചീന്തിയെടുത്ത തോലാണിത്. ആ തോല് നമ്മൾ നല്ല ജീരകവും 2 ടീസ്പൂൺ നല്ല ജീരകവും കൂട്ടി നന്നായി അരച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് അരി വേവിക്കാൻ വെച്ച അരിയിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരി വേവിക്കാൻ വെച്ച അരി തിളച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അരിയിടാം. ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ? മരുന്നൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ അരി കഴുകിയിടാം. ഇനി നമ്മൾ ഒരു നാഴി അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് നെയ്ച്ചോറിൻ്റെ അരിയാണ്. അതിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതെടുത്ത് ഏത് അരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ സാധാ അരി ഇട്ടിട്ടും വെക്കാം, പൊടിയരി ഇട്ടിട്ടും വെക്കാം. ഞാൻ പൊടിയരി ഇട്ടിട്ടാണ് വെക്കാറ്. പക്ഷേ പൊടിയരി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ട്. അപ്പോൾ അതെടുത്ത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ അരിയുടെ കൂടെ ഈ ഉലുവ കുറച്ച് കഴുകിയിട്ട് ഇടണം. ഇത് ഈ കയ്യിലിന് 2 കയ്യിൽ ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കഴുകി അരിക്കൊപ്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. മരുന്ന് അരച്ചത് ഇനി നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊന്ന് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മരുന്നും എല്ലാതും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അരി ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചുവന്ന ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുക്കണം. ജീരകം ഇടാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം കഞ്ഞിയിലെ മരുന്നിനോടൊപ്പം അരച്ചത് കൊണ്ട് ജീരകം ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കണം, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. ഓക്കേ, ബായ്.